ചേച്ചി, വാണിക്ക് എന്താ സംഭവിച്ചേ? വാണി ഇപ്പൊ ജീവനോടെ ഉണ്ടോ? നിങ്ങൾക്ക് മാസം മാസം പൈസ തരുന്നത് എന്റെ പിള്ളേരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണോ? സോറി സർ. എന്തായാലും വന്നതല്ലേ, അവിടെ ഉള്ള ആ പെണ്ണിനെ കൊന്നേക്ക്. കൊലയൊന്നും ചെയ്യാൻ പറ്റില്ല സർ. ഇത് SP വരെ എത്തിയ കേസാ. എന്തെങ്കിലും പ്രശ്നം വന്നാ എന്റെ തൊപ്പി തെറിക്കും. പിന്നെ എന്തോ ഉണ്ടാക്കാനാണ് അവിടെ വന്നത്? ചൂടാവല്ലേ സാറേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നോക്കാം. ആദ്യം അവിടെ വന്നവരെയൊക്കെ തിരിച്ചയക്ക്. ഓക്കെ സർ. സർ, ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. നിങ്ങളിവിടെ വന്നതിന് തന്നെ അറസ്റ്റ് ചെയ്യണം. ആദ്യം ഇവിടുന്ന് പോകാൻ നോക്ക്. സർ, ഇവിടെ എന്തോ നടക്കുന്നുണ്ടെന്നാണ് ഇവര് പറയുന്നത് സർ. ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്തോളാം സർ. നിങ്ങൾ ആദ്യം ഇവിടുന്ന് പുറത്തു പോകും. നോക്കിയതാ, ഇവിടെ നിൽക്കുന്ന അത്ര നല്ലതല്ല. ഞാൻ പറഞ്ഞേക്കെ. ഓക്കെ? ഞാനും വരാം. ഈ സമയത്ത് നിങ്ങൾ തനിച്ചിരിക്കുന്നത് സേഫല്ല. ശരി, സൂക്ഷിക്കണം. ബൈ. എന്താ മോളെ ഇത്രയും വൈകിയേ? നീ മാത്രമേ ഉള്ളൂ? വാണി വന്നില്ലേ? ആരാടാ അവള്? എന്റെ കുറുക്കെ വരുന്നു. ചേട്ടാ, ദേ ഇവളാ. പിള്ളേര് മിസ്സായ കാര്യം ഇവൻ എങ്ങനെ അറിഞ്ഞടാ? ഇവള് നമ്മുടെ ആശ്രമത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇവന് അവളുടെ കാമുകനാ. പമ്പര വിഡ്ഢി, പിള്ളേരെ കാണാൻ ആരെയും സമ്മതിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞടാ? ഇനി ഒരു പ്രാവശ്യം ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ കൊന്നുകളയും. പിന്നൊരു കാര്യം, ലവ് ബേർഡ്സിനെ പിരിക്കാൻ പാടില്ലെന്ന് പറയാറുണ്ട്. അവളെ അങ്ങ് തീർത്തേക്ക്. ഇവളെ എനിക്ക് അറിയാവടാ, നന്നായിട്ട് അറിയാം. മുംബൈ വെച്ച് ഞാൻ അവക്കിട്ട സ്കെച്ച് മിസ്സായതുകൊണ്ട് എന്നെ ഫോളോ ചെയ്ത് അവൾ ഇവിടെ വരെ വന്നിരിക്കുക. എനിക്ക് ആ വീഡിയോ അയച്ചത് ഇവള് തന്നെ. ആ റിപ്പോർട്ടറിനെ പറഞ്ഞു വിട്ടത് ഇവളാ. അവളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊന്നിട്ട് അവളെ അടുത്തുള്ള ആ പ്രൂഫ് എടുത്തോണ്ട് വാടാ. ചെല്ല്, എന്റെ അടുത്താ.